ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇവളിപ്പോൾ ഈ മാസം 11-ാം തീയതി പ്രസവിച്ചതാണ് ഇവളെ. ഇന്നിപ്പോൾ അറൗണ്ട് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം വിരമരുന്ന് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. 21 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തത്. 21 ദിവസം കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ അങ്ങനെ കൊടുക്കാം വിരമരുന്ന്. പിന്നെ നമ്മൾ 3 മാസത്തിലൊരിക്കൽ കൊടുക്കും, 6 മാസത്തിലൊരിക്കൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം തികഞ്ഞിട്ട്. ഇപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവൾക്ക് പൊക്കിൾക്കൊടിയിൽ കീടങ്ങൾ വരില്ലേ, ഇപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പൊക്കിൾക്കൊടി അറ്റ് വീണതും തന്നെ അറൗണ്ട് ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല ടിങ്ചർ വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ബെറ്റഡൈൻ ഓയിൻമെൻറ്റിലോ മറ്റോ നല്ല വൃത്തിയുള്ള തുണി മുക്കിയിട്ട് അതിനെ കെട്ടിയിടുക. അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പുഴുക്കൾ കാര്യങ്ങളൊന്നും പൊക്കിൾക്കൊടിയിൽ വരുന്ന ഇത് ഒഴിവാക്കാം. ഇനി അഥവാ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറുങ്ങനെ ഉള്ളതാണെങ്കിൽ ടോപ്പിക് ക്യൂർ യൂസ് ചെയ്യാറുണ്ട്. നമ്മളത് പശുവിന് വരുന്ന മുറിവിനും വ്രണങ്ങൾക്കൊക്കെ ഇതാണ് യൂസ് ചെയ്യുക. ഇനി കുറച്ചുകൂടെ നല്ല ഹെവി വൂണ്ടും മറ്റേ എന്താ പറയുക മാഗട്ടോ ഉണ്ട്, അതായത് കീടങ്ങളുള്ള വൂണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഡിമാഗ് യൂസ് ചെയ്യാറുണ്ട്. ഇത് കുറച്ചുകൂടെ നന്നായിട്ട് എഫക്റ്റ് കിട്ടും. നമ്മളിപ്പോൾ ഈ പശുവിൻ്റെ ഈ പുറം ഭാഗത്തൊക്കെ കാക്ക കൊത്തിയിട്ട് മുറിവായിട്ട് പുഴുക്കൾ വരാറുണ്ട്. അതിങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞ് വെച്ചാൽ നല്ല പുഴുക്കളായിരിക്കും. കാക്ക ഡെയിലി വന്ന് കൊത്തി തുടർത്തും ചെയ്യും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ആ കീടങ്ങളെയൊക്കെ നന്നായിട്ട് നല്ല ഗ്ലൗസൊക്കെ ഇട്ട് ക്ലീനാക്കി അതിന് ശേഷം നല്ല ഞെക്കി പിഴിഞ്ഞ് കംപ്ലീറ്റ് കീടങ്ങൾ എടുത്ത് കളയാം. യൂക്കാലിപ്സ് ഒഴിക്കുകയോ അല്ലെങ്കിൽ പെട്രോൾ കുറച്ച് ഒഴിച്ചിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ കീടങ്ങൾ കംപ്ലീറ്റ് പുറത്ത് വരും. അത് കഴിഞ്ഞിട്ട് ഡീമേക്ക് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല അതിന് ചുറ്റും നമ്മുടെ വേപ്പെണ്ണ കുറച്ച് ഒരു 1 ലിറ്റർ 1 ലിറ്ററൊക്കെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിച്ചിട്ട് അത് തെളിയാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ മട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഈ നാടൻ ഭാഷയിൽ കക്കനെന്ന് പറയും, നല്ല കൊഴുന്നുണ്ടാവും. അതെടുത്തിട്ട് ആ മുറിവായി ഉണ്ടല്ലോ, ആ മുറിവായി നല്ലോണം മൂടുന്ന പോലെ അങ്ങ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കീടങ്ങളൊന്നും വരില്ല. അത് ഈ പരിപാടി ഈ പൊക്കിൾക്കൊടിക്കും ചെയ്യാം. വേപ്പണ തേച്ച് കഴിഞ്ഞാൽ ഈച്ച ഇരിക്കില്ല. ഈ ഈച്ച ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിൽ നല്ല പുഴു വന്ന് കയറുന്നത്, ഈച്ച മുട്ടയിട്ടതിന് ശേഷം. അപ്പോൾ ഈ 2 മരുന്നും നിങ്ങൾ സ്പ്രേ യൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ടിലേതെങ്കിലും ഒന്ന് സാഹചര്യത്തിനനുസരിച്ചിട്ട് അപ്പോൾ ഈ കീടങ്ങൾ വരാതെ നോക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതേപോലെ നല്ല കുട്ടികളെ വളർത്തിയെടുക്കാം. നല്ല ബ്രീഡ് കുട്ടികളൊക്കെ കിട്ടുകയാണെങ്കിൽ ഇവളിപ്പോൾ ജേഴ്സിയാണ്. ഇപ്പോൾ നമ്മളിത് സെഞ്ചേരിമല എന്നുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചതാണ്, തമിഴ്നാട്. ഇവിടെ നിന്നൊരു 60-65 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ എൻ്റെ സ്ഥലം വന്നിട്ട് പാലക്കാടാണ്, കൊഴിഞ്ഞാമ്പാറ എന്ന് പറയും. ഇപ്പോൾ പൊള്ളാച്ചി ബോർഡറാണ്. കൊഴിഞ്ഞാമ്പാറയിൽ നിന്ന് പൊള്ളാച്ചി പോകുന്ന റൂട്ട് ഗോപാലപുരത്തിനടുത്താണ് നമ്മളെ ഫാം. ഇവിടെ ചുറ്റുവട്ടത്തായിട്ട് ഒരു അറൗണ്ട് കണക്കിട്ട് കഴിഞ്ഞാൽ ഒരു 10-300 ഫാം ഉണ്ടാവും ഇവിടെ ഏരിയ. ഏകദേശം നമ്മുടെ ഈ മലപ്പുറം, കോഴിക്കോട്, കോട്ടയം അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇപ്പോൾ ഇവിടെ വന്നിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ തേങ്ങയ്ക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു കുറച്ച്, അപ്പോഴങ്ങനെ വില കൂടിയേ. അപ്പോൾ തെങ്ങ് കംപ്ലീറ്റ് നശിച്ചു പോയായിരുന്നു. ഇപ്പോൾ ആ തെങ്ങിൻ തോട്ടം പോയത് കംപ്ലീറ്റ് ആൾക്കാർ അവിടെ നിന്നും വിടുന്ന എല്ലാ ആൾക്കാരും വന്ന് ചേക്കേറി ഇവിടെ നല്ല അടിപൊളി ഫാമുകൾ 100, 50, 20 അങ്ങനെ ഇവിടെ നല്ല ഫാമായി. ഇപ്പോൾ ഇറങ്ങോട്ട് ഇപ്പോൾ ഞാൻ ഒഴിക്കുന്ന സൊസൈറ്റിയിൽ തന്നെ ഒരു ചുരുങ്ങിയതൊരു 150-160 പേര് പാലൊഴിക്കുന്നുണ്ട്. ഇപ്പോൾ അറൗണ്ട് 25,000 ലിറ്റർ കപ്പാസിറ്റിയുടെ ടാങ്ക് ആയിക്കൊണ്ട് വരുന്നത് അവിടെ. ഇപ്പോൾ നിലവിൽ 18,000-നുള്ള ടാങ്ക് നിലവിലുണ്ട് പാല്. കുമാരനൂർ സൊസൈറ്റി എന്ന പേര് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ ആൾമോസ്റ്റ് നമ്പർ 1 എന്ന് വേണമെങ്കിൽ പറയാം. മുതലമട അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി നല്ല കപ്പാസിറ്റിയിൽ പാല് അളക്കുന്ന സൊസൈറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ് കാട് കയറിയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കീടത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ കീടമൊന്നും വന്നിട്ടില്ല. ഞാനിപ്പോൾ വൈകുന്നേരം വന്നപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. മറ്റേ കെട്ടിവിട്ടത് വീണിട്ടുണ്ടായിരുന്നേ. അപ്പം ഇനി എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നമ്മുടെ സുന്ദരക്കെട്ട് കണ്ടോ, ഒന്ന് പാലൊക്കെ കുടിച്ച് ഉഷാറായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുക. ഇനിയിപ്പോൾ അതൊക്കെ അവളെ ഒന്ന് മാറ്റി കെട്ടണം. അവളെന്തായാലും
ഇനി വയറ് നിറച്ച സ്ഥിതിക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.